തൃശൂർ അതിരപ്പള്ളിയിൽ സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു. വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ 62 വയസ്സുള്ള വത്സയാണ് മരിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. വനത്തിൽ മരോട്ടിക്ക ശേഖരിക്കാൻ പോയതായിരുന്നു വത്സയും ഭർത്താവ് രാജനും. ഇതിനിടയിലെത്തിയ ഒറ്റയാൻ തുമ്പിക്കൈ കൊണ്ട് വത്സയെ അടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വത്സയെ പിന്നീട് സമീപത്തുണ്ടായിരുന്ന ആദിവാസികൾ തന്നെയാണ് കാടിന് പുറത്തെത്തിച്ചത്. പിന്നീട് ജീപ്പിൽ വാഴച്ചാലിലേക്ക് എത്തുമ്പോഴേക്കും മരിച്ചിരുന്നു. കാട്ടിൽ വെച്ചാൽ സംഭവിച്ചത് ഉണ്ടായത് ഞങ്ങൾ ഈ മരം വെട്ടിക്കായ എടുക്കാൻ വേണ്ടി പോയത്. അപ്പം ഞങ്ങളത് വെട്ടി കൂട്ടിയ കായ പെറുക്കിയ സ്ഥലത്ത് കൂട്ടിയതാണ്. കൂട്ടിയിട്ട് ഒരു കമ്പ് എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു കമ്പ് എടുത്തോണ്ടോ ഇതെന്നൊക്കെ തട്ടിപ്പൊട്ടിയെന്ന് പറഞ്ഞ ഒരു കമ്പ് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഈ ആന ചിഹ്നം പിടിച്ച് ഒറ്റ വരവ് വന്നില്ല. വന്ന വരവ് അത് എന്നെ തട്ടിയാണ്. ഞാൻ പറഞ്ഞു ആന വരണമെന്ന് പറഞ്ഞപ്പോൾ ആള് അവിടെ വേണം. പിന്നെ ആന തുമ്പിക്കൊരു അടിയും വെച്ച് ഓരോന്നും ഉണ്ടായുള്ളൂ. ഒരു മഞ്ഞക്കൊമ്പനത് അത് അവിടെ സദ്യ ഉള്ളത്. എവിടെ ചെന്നാലും സദ്യ അത് മാത്രമേ ഉള്ളൂ. വാഴച്ചാൽ നിന്ന് ആംബുലൻസ് ലഭ്യമാക്കിയാണ് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഇതിനിടെ പോലീസ് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത് MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ഇത് ആശുപത്രിയിൽ ഏറെ നേരം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശുപത്രിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. വന്യജീവി ആക്രമണം തടയുന്നതിൽ സംസ്ഥാന സർക്കാരിന് കടുത്ത നിസ്സംഗതയാണെന്ന് VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വന്യമൃഗങ്ങളുടെ ദയാവായ്പിന് സാധാരണക്കാരൻ്റെയും അവൻ്റെ സ്വത്തും ജീവനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ 21ാം വകുപ്പ് അനുസരിച്ച് ഒരു പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ചുമതല സ്റ്റേറ്റിനുണ്ട്, സർക്കാരുണ്ട്. ഇരു സർക്കാരുകളും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിന് ഉത്തരവാദികളാണ്. ഇത്തരം സംഭവങ്ങളുണ്ടായിട്ടും വനം വകുപ്പിൻ്റെ മുമ്പിൽ ഒരു പദ്ധതിയും ഇല്ല. 48 കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റ് വെച്ചിരിക്കുന്നത്. ഒരു 5 കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പോലും ആ പണം തികയില്ല. അതിനിടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് BJP പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ സമരം ആരംഭിച്ചു. കളക്ടർ നിർദ്ദേശിക്കുന്ന പ്രതിനിധിയുമായി ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം ആരംഭിച്ചത്. ചാലക്കുടി MP ബെന്നി ബെഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇരിങ്ങാലക്കുട RDO ഷിജു വാഴച്ചാൽ, DFO ലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തി MPയുമായി ചർച്ച നടത്തി. മരണപ്പെട്ട വത്സയുടെ കുടുംബത്തിന് 5 ലക്ഷം അടിയന്തര ധനസഹായം നാളെ കൈമാറാമെന്നും മകൾക്ക് സർക്കാർ ജോലി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.